ഹായ്. ഹായ്. ഇത് നമ്മൾ ആരെ കാണാനാ പോന്നേ? ഹഗ്. ഹഗ്. നമ്മൾ ആരെ കാണാനാ പോന്നേ? ഉപ്പ ഉപ്പ അപ്പു ആ കൊച്ച ആശ കൊച്ച അപ്പു കൊച്ച മിഞ്ചിക്കുഞ്ഞ പതാ എല്ലാരും കാണാനാ വരുന്നേന്ന് അറിയിച്ചു. ആണോ? പിന്നെ ആരെ കാണാൻ? കാത്തു സെവൻ. പിന്നെ കാത്തു അപ്പു അപ്പു. പിന്നെ ആരെയാ കാണണം? പിന്നെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇസു ഉണ്ട് കേട്ടോ. ഇസു ഇവിടെ ഉണ്ട്. ഇസു സേ ഹായ്. സുഖാണോ ചോദിക്കേ? സുഖം. ഞങ്ങളിപ്പോൾ ഹീത്രോ എയർപോർട്ടിലാണ് കേട്ടോ. ഹീത്രോ എയർപോർട്ടിൽ ഇപ്പം സമയം 7:30. ഞങ്ങളിതാ ഗേറ്റ് നമ്പർ 10 വന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ എങ്ങോട്ട് പോവാണ്? നമ്മളൊരു 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് അല്ലേ? ഞങ്ങൾ നാട്ടിലോട്ട് വരുവാണ്. ആഫ്റ്റർ സോ ലോങ് ഇയേഴ്സ്, ഒരു 2 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയാലും കറക്റ്റ് എക്സാക്ട്ലി പറയുവാണെങ്കിൽ 1 ഇയറും 11 മന്ത്സും ആയിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട്. ഞങ്ങൾ കുറേ നോക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. ലീവിന്റെ പ്രശ്നങ്ങളും വേറെ കുറച്ച് പ്രശ്നങ്ങളും കാരണം അതിങ്ങനെ ഡിലേ ആയി ഫൈനലി ദിസ് ഈസ് ഗോണ ഹാപ്പൻ. അതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കും ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ വരുന്ന കാര്യം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആണ്. 1-2 പേർക്ക് മാത്രം അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. സോ സർപ്രൈസ് ആവോ ഇല്ലേ അങ്ങനെ എന്തായാലും ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ എൻ്റെ ബ്രദറിന്, അവര് ദുബായിലുള്ള ബ്രദർ വരുന്നുണ്ട്, അപ്പൊ അവർക്ക് അറിയാം. കാരണം അവര് അതിനനുസരിച്ച് ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ട് വരുവാണ്. അതെ, ആക്ച്വലി ഇന്നിപ്പം 7:30 ആയി. ഇത് പിടിച്ച് ഇന്ന് ആക്ച്വലി ഇപ്പോൾ 7:30 ആയി. നാളെ 8 PM കേട്ടോ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എല്ലാം കൂടെ നോക്കിയപ്പോഴത്തേന് ഏകദേശം 22 hours, അതായത് 15 hours ഉണ്ട് നമ്മുടെ ട്രാവൽ. പിന്നെ ഒരു 6 hours ലേ ഓവർ ഉണ്ട്, അബുദാബി ലേ ഓവർ ഉണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക്, അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലേക്ക് എല്ലാവർക്കും അല്ല, നിങ്ങളാണ് ഞങ്ങളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. ശരിയാ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറ. ആക്ച്വലി ഇന്ന് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ള പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഐസുവിന് കുറച്ച് മിസ്സിംഗ് ഒക്കെ ആയി ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത്. പിന്നെ ഞങ്ങൾ 2 പേരും ഇന്ന് വർക്കിംഗ് ആയിരുന്നു. ഞാൻ 3 മണിക്കാണ് ലോഗ് ഓഫ് ചെയ്തത്. ഷാൻ ഇത്ര 3:30 ആയല്ലേ? ഞാൻ 3 മണി പണിയൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ആയി ഷാന് ലോഗ് ഓഫ് ചെയ്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഫാരിസ് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തത്. വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ ശരിക്കും നാട്ടിലോട്ട് പോകാനുള്ള സംഭവം ഇതുവരെ ഡൈജസ്റ്റ് എനിക്കായിട്ടില്ല. കാരണം മേ ബി വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എനിക്കൊന്നൊരു ലേ ഓവർ, അബുദാബി ലേ ഓവർ ആകുമ്പോഴത്തേക്കും ഞാൻ സെറ്റ് ആവും. അപ്പം എനിവേ ഞങ്ങൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്? മെയിനായിട്ട് നാട്ടിൽ പോകുന്നത് ഫുഡടി, അതാണ് മെയിൻ ഉദ്ദേശം. അതെ, ഫുഡ് കഴിക്കലാണ് മെയിൻ പരിപാടി. നാട്ടിലൊരു കല്യാണം കൂടണം. ഒരു കല്യാണം കൂടണം. അപ്പൊ ഞങ്ങൾ മെയിനായിട്ട് നാട്ടിൽ പോകുന്നതിന്റെ ഉദ്ദേശം ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബക്കറ്റിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ, ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോഴേ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കാൻ അല്ലെ എന്ത് ഷോയിൽ നമ്മൾ എന്താ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ 2 പേരും തന്നെ ഫുഡ് അടിക്കുന്നത്. മെയിൻ നമ്മൾ ഇപ്രാവശ്യം പ്രയോറിറ്റി എന്താന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് കേട്ടോ. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാട്ടില് നമ്മുടെ ഞണ്ട്, വൈറൽ ഫിഷ് ട്രൈ ചെയ്യണം. പിന്നെ നാട്ടിൽ നമ്മുടെ ഞണ്ട്, കണവ, സീ ഫുഡ്, മെയിനായിട്ട് സീ ഫുഡ്. പിന്നെ ഫിഷ് തന്നെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ക്രേവിംഗ് ആയിട്ട് നിൽക്കുന്നത്. നാട്ടിലെ നമ്മുടെ മട്ടൻ ഇവിടെ നമുക്ക് ലാമ്പല്ലേ കിട്ടുന്നത്. നാട്ടിൽ പോയിട്ട് മട്ടൻ കറി, മട്ടൻ ബിരിയാണി ഒക്കെ, അതാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഈഗേർലി വെയിറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ ബോർഡ് ചെയ്തു കേട്ടോ. ഞങ്ങളതാ ബോർഡ് ചെയ്തു. ഇന്ന് വാ. എവിടെ പോവാ ഇസു? നമ്മൾ എവിടെ പോവാ ഇസു? എവിടെ പോന്നേ?
പറയും. ഞങ്ങൾ ഇസുവിനെ എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആക്കാനുള്ള എന്തെങ്കിലും പരിപാടി നോക്കുക കേട്ടോ. ഞാനൊരു ചെറിയ ടാബ് പോലത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇതിൽ. അങ്ങനെ ഷാൻ ഇവിടെ എന്തെങ്കിലും കാർട്ടൂണോ എങ്ങനെ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. എങ്ങനെ ഈ 15 hours നമ്മൾ ഇവളെയും കൊണ്ടായിട്ട് മാനേജ് ചെയ്യുമെന്ന് ഒരു വലിയ ഐഡിയ ഒന്നും ഞങ്ങൾക്കില്ല. ടെൻഷൻ ഉണ്ടോ എനിക്ക്? ടെൻഷൻ എന്തിനാ ടെൻഷൻ, നമുക്ക് വരുന്ന നോക്കാം. എന്തോ ചെറിയ ഒരു കാർട്ടൂൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇസു ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫുൾ സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യുന്നത്. അതായത് അവൾ 2 year ആയതിനു ശേഷമുള്ള അവളുടെ ഓൾമോസ്റ്റ് ഫുൾ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് ട്രാവലാണ്. കാർട്ടൂണൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. എത്ര നേരം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം ആള് സെറ്റാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല. താങ്ക് യു. ഓ ഇസു, യു ഗോട്ട് സം ഗിഫ്റ്റ്. Wow, what is this? ഗിഫ്റ്റ് കിട്ടിയല്ലോ. ഓപ്പൺ ഓപ്പൺ നോക്കട്ടെ. അതെ, ഓപ്പൺ ആക്കി കൊടുത്തത് എന്താണ്? ഓപ്പൺ. ബോട്ടിലോ? വാ, super. ബോട്ടിലെന്താ? You happy? Book. Oh, you got a book as well. Color pencil ഉണ്ട്. Spider-Man-ആ? Wow. Super. ഹലോ. നീസുവിൻ്റെ ഒരു ബോട്ടിലും ഒരു കളറിംഗ് ബുക്കും കളറും. അപ്പോൾ കുറച്ച് നേരം എൻഗേജ്ഡ് ആക്കാനുള്ള സമയം ബുക്കും ഉണ്ട് കേട്ടോ. ബുക്കും കളർ പെൻസിലും ഉണ്ട്. വെരി ഗുഡ്. സൂപ്പർ. സേ താങ്ക് യു വിസു. താങ്ക് യു. പെൻസിൽ എടുത്തരാം. പെൻസിൽ To unfasten, lift the metal flap lines in case we encounter any unexpected turbulence. If emergency oxygen is required during the flight, masks will automatically drop down from the panel above you. Pull the mask towards you. Place it over your nose and mouth and breathe normally. Adjust by pulling on the ഡിന്നറൊക്കെ വന്ന് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇസു ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇസു മാഷ് പൊട്ടറ്റോയും ചിക്കനും പിന്നെ കുറച്ച് സാലഡ് വിത്ത് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ നമ്മുടെ ബ്രെഡും ബട്ടറൊക്കെ ആയിരുന്നു. പക്ഷേ ഇസുവിന് വേണ്ട. പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചി ഇന്ന് വീട്ടിൽ ഈവനിങ്ങിൽ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലത്തപ്പം ഞങ്ങൾ പാക്ക് ചെയ്ത് തന്നിട്ടിട്ടുണ്ടായിരുന്നു. സോ അവള് അതിൻ്റെ ഒരു പീസ് എടുത്ത് കൈ കൊടുത്ത് ജസ്റ്റ് കഴിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഈ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണോ എന്തോ. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ചിക്കനും സ്വീറ്റ് പൊട്ടറ്റോയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഷാനു എങ്ങനെ ഉണ്ടായിരുന്നു? ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു ഷാനു? ഹൗ വാസ് ദി ഡിന്നർ? അല്ലേ? സാധാരണ ഞാൻ മുമ്പ് കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഓക്കെ ഉള്ളൊരു ഫുഡായിരുന്നു. അല്ല, ഇതിൽ ബിരിയാണി പോലത്തത് അതും. പക്ഷെ ഓക്കെ, അപ്ഡേറ്റ്സ് ഒരു ഓക്കെ അങ്ങനെ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര തലവേദന മീൻസ് ഉറങ്ങണം. ഇസു ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ലെവലില്ല. ആ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മേ ബി ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. എല്ലാം പെട്ടെന്നൊരു ഷടപടായിരുന്നല്ലോ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള അതായിരിക്കും. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2 hours ആയി കേട്ടോ. നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് ഒരു 2.5 hours ആയി. എനിക്ക് തോന്നി ഇനി ഒരു 4 hours കൂടെ ഉണ്ട് നമുക്ക് ജേർണി അബുദാബിയിലേക്ക്. നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അബുദാബിയിൽ എത്തുമ്പോഴത്തേന് ഞാനൊന്ന് സെറ്റാവും. ഷാനു ഇവിടെ മൂവിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇസു ഇവിടെ ഒരു കാർട്ടൂണൊക്കെ ഇങ്ങനെ കണ്ട് ചെറുതായിട്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്.
ഓൾമോസ്റ്റ് 7:30 ആവാറായി കേട്ടോ. അബുദാബിയിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോന്നു. ഷാനു നമ്മുടെ സാധനങ്ങളൊക്കെ ചെറുതായിട്ടെടുത്ത് റീപാക്ക് ചെയ്യുന്നു. ഇനി ഒരു ½ എന്തായാലും ലാൻഡ് ചെയ്യും. ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയി. അപ്പോൾ ഇസു ഫുൾ ഓൺ ആക്റ്റീവ് ആയിരുന്നു. എല്ലാവരും ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ഇവിടെ ഫുള്ള് ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പം എന്താ ഷാനു കുറേ നേരമായി ഉറക്കി. ഇപ്പോൾ നമുക്ക് 2-3 മണിക്കൂറായിട്ട് ഉറക്കമാണ്. നല്ല ഉറങ്ങുന്ന ടൈമിലാട്ടോ ലാൻഡിങ് പറഞ്ഞ് ഞാൻ അവളെ അടുത്തേക്ക് വന്നു. So tired. ഞങ്ങളിതാ അങ്ങനെ അബുദാബിയിൽ ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് ഞങ്ങൾ ചെക്കിനിലോട്ട്, അതായത് ലേ ഓവറിലേക്ക് ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല. ജസ്റ്റ് ഒരു 7 hours നമ്മൾ ഇതിനകത്ത് തന്നെ നിൽക്കാനുള്ള പ്ലാനാണ്. ലെറ്റ്സ് സീ എങ്ങനെയാണെന്ന്. എവിടെ ഇസു? എവിടെ ഷാനു? ഇസു ഇസു How was the journey, Ishu? How was the journey? ഇന്നലെ ഫ്ലൈറ്റിൽ ആരെയും ഉറക്കിയിട്ടില്ല. ഇമാതിരി ബഹളമായിരുന്നു ഇസു ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ. എക്സൈറ്റ്മെന്റ് പീക്ക് ലെവലിലായിരുന്നല്ലേ ഇസുവിന്റെ എക്സൈറ്റ്മെന്റ്. ഫ്ലൈറ്റ് കയറിയതിനു ശേഷം പീക്ക് ലെവൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് ആൾക്കാരൊന്നും ഇവൾ ഉറക്കിയിട്ടില്ല. ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലത്തെ റോയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പം ഇറങ്ങാൻ നേരത്തെ അവിടെ ഒരു കുട്ടി ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിഞ്ഞത്. ഇവളൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. മീൻസ് ഫുള്ള് കളിയും ബഹളവും, ഉറങ്ങുന്നവരെ ഉണർത്തല്, ഹായ് പറയല്, എന്തൊക്കെയായിരുന്നു ഇന്നലെ. ഷാനു ഇന്ന് ക്ഷമ ഇന്നലെ പോയല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ. അവസാനം തോഴ് വിട്ടിട്ട് ഉറക്കിയത്. ഷാനുവിനെ എടുത്ത് വാഷ്റൂമിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് എടുത്തുറക്കി. മീൻസ് തോളിലിട്ട് ഇല്ല ഉറങ്ങിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കിയത്. ഒരു 3 hours ഉറങ്ങി കാണും. സോ ഞങ്ങൾ കുറച്ച് നേരമായി കേട്ടോ. എന്താണ് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കുറച്ചൊന്ന് കറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഷാനു നമ്മുടെ ഫുഡ് കോർട്ടിലോട്ട് വന്നു എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ. വലിയ വിശപ്പില്ല, നമ്മളവിടെ ഉറങ്ങുന്ന സമയമായിട്ടേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു ദുബായ് ടൈം ഒരു 8:30 ഒക്കെ ആയി കേട്ടോ. അതായത് നമ്മളൊരു 4.5 hours ബാക്കിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4-4:30 വെളുപ്പിന് നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. ഇസുവിന് ചെറുതായിട്ട് ജെറ്റ്ലാഗ് ഇപ്പോഴേ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അമ്മാതിരിയും ഇതാണല്ലോ എന്താണ് എൻജോയ് ചെയ്തത്. എൻജോയ്മെൻ്റ് അല്ല, എക്സൈറ്റ്മെൻറ്റ് ഇസുവിൻ്റെ. നിസുവിന് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ അൽറബാബിയുടെ മിൽക്ക് കിട്ടി. ഞങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് അങ്ങനെ ഞാൻ അത് വാങ്ങി ബോട്ടിലാക്കി ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഒരു കഫറ്റീരിയയിൽ കൊടുത്തിട്ട് അതൊന്ന് വാമപ്പ് ചെയ്തു എന്നിട്ട് കൊടുത്തു. അവളൊരു ഹാഫ് കുറച്ച് കുടിച്ചു. അവൾക്ക് ഉറങ്ങണം, പക്ഷെ അവൾ ഉറങ്ങുന്നില്ല. ഇസു മിൽക്ക് കുടിക്കുക ഫുള്ള്? ഓക്കെ ഫൈൻ. ലൈറ്റായിട്ട് അങ്ങനെ മതി. എനിക്ക് വിശപ്പില്ല. ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടൊന്ന് എവിടേക്കും ഒന്ന് മയങ്ങണം. ഷാനു എന്താ വാങ്ങാൻ? ഷാനു എന്താണ്? സാധാരണ ഞങ്ങൾ എപ്പം ദുബായ് ഓർ അബുദാബി, അതായത് UAE എവിടെ ലേ ഓവർ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി ഒരു ദിവസമെങ്കിലും നിൽക്കും. കുറച്ച് അവേഴ്സ് ഞങ്ങൾ ലോങ് ഫ്ലൈറ്റ് നോക്കിയിട്ട് എടുക്കാറ്. 14 hours or 12 hours അങ്ങനെ. ഇപ്പം ഞങ്ങൾക്ക് ഒരു 7 hours ലേ ഓവറേ ഉള്ളൂ. 7 അല്ല, 5 to 6 hours. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് പ്ലാനാക്കി. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണല്ലോ അനിയനുള്ളത്. ഷാനുവിൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ അവർ നാളെ വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് നൈറ്റ് നാട്ടിലെത്തും. അവർ നാളെ ഉച്ചയാകുമ്പോൾ നാട്ടിലെത്തും. പിന്നെ ഞങ്ങൾ ഇറങ്ങണ്ട. നമ്മളിനി ഈ വർഷം തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരുന്നുണ്ട് ദുബായിക്ക്. പക്ഷേ ഉടനെ മീൻസ് എന്തിനു മുന്നേ ഞങ്ങൾ എന്തായാലും വരും. പക്ഷേ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ലേ ഓവർ ഇറങ്ങണ്ട എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്തങ്ങ് പോവുക. ടയേർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടയേർഡാണ്. പിന്നെ ഇത് മോളുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അത്ര ഈസി അല്ലല്ലോ. പിന്നെ അവൾ കോപ്പറേറ്റീവാണ്, അവൾ ഓക്കെയാണ്. അവൾക്ക് ആ ട്രാവൽ എക്സൈറ്റ്മെൻറ്റ് ഉള്ളെന്നുള്ള ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ
പക്ഷെ അവൾക്ക് ഉറക്കം കറക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു ഇത് ഒക്കെ കണ്ട. ഇസുവിന് ഉറങ്ങണം എന്നുണ്ട്, പക്ഷെ ഇസുവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇസു ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹെയർ ഒക്കെ ഫുള്ള് ഇസുവിൻ്റെ നിങ്ങൾ കണ്ടു കണ്ടല്ലേ ഇസുവിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ പിന്നെ ഇട്ടത്. ഫസ്റ്റ് ടൈം ആട്ടോ ഇസു അങ്ങനെ ഇടുന്നത്. ഇന്നലെ റിംഷ വന്നിട്ടുണ്ടായിരുന്നു. റിംഷയാണ് ഇസുവിന് ആ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് ഇന്നലെ വിട്ടത്. അതുകൊണ്ട് ഇതുവരെ അത് നിന്നു. മുടി മീൻസ് സാധാരണ ഇസു ടൈ അപ്പ് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ ഹെയർ. അപ്പോൾ എന്തായാലും 2 സൈഡിലായിട്ട് മുടി ഇത്രയും നേരം നിന്നു. അപ്പോൾ ഇനിയും ഞാൻ വിചാരിച്ച അടുത്ത ഫ്ലൈറ്റിന് മുന്നേ ആയിട്ട് അവളെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സെറ്റ് ആക്കണം. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ മൂഡ് ഫുള്ള് മാറും. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ അവളെ വഴിക്ക് വിടും, നിർബന്ധിക്കാൻ പോകത്തില്ല. അതൊരു ബെസ്റ്റ് തിങ് ആണ് ഇസുവിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നിർബന്ധിക്കാറില്ല കേട്ടോ. ഞാൻ അവളെ 1-2 തവണയൊക്കെ വിളിക്കും മുടി കെട്ടാനും. അവൾക്ക് ഇഷ്ടമല്ല തലമുടി കെട്ടാനും. അപ്പം പക്ഷെ എന്താണ്, അങ്ങനെയാണ്. ഷീ ഈസ് ലൈക്ക് ദാറ്റ്. ഐ അക്സെപ്റ്റഡ് ദ വേ ഹൗ ഷീ ഈസ്. ഇസു ഇന്നലെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പറ്റുമല്ലേ, മാഷ്ഡ് പൊട്ടറ്റോയും. പക്ഷെ അത് അത്ര ടേസ്റ്റ് വലുതായിട്ടില്ലായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും അവൾ കഴിക്കാത്തത്. ലെറ്റ്സ് സീ. ഇപ്പം എന്തായാലും ഇസുവിന് നല്ല വിശപ്പുണ്ട്. ഇത്ര പാലേ കുടിച്ചുള്ളൂ, ഫുഡ് വേണം അവൾക്ക്. എന്താ ഷാനു ടെക്സാസ് അല്ലേ? എന്ത് പറഞ്ഞേ? സൂപ്പർന്നാ യമി ഷഗബ. What is that ഷഗബ? UK-യിൽ ഇല്ലാത്തതും UAE-യിൽ ഉള്ളതുമായ എനിക്ക് ആഫ്റ്റർ ഓൾമോസ്റ്റ് 2 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ അല്ലല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നറിയാം? പോപ്പീസിന്ന്. കോഴ്സ്ലോ അവിടെ നമ്മുടെ അങ്ങോട്ട് നമുക്ക് സാധാരണ ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ഒന്നും കിട്ടാറില്ല കേട്ടോ. നമ്മൾ വ്ളോഗൊന്നും തുടങ്ങാത്തൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്, ഇസുവൊക്കെ ആവുന്നതിന് മുന്നേ അല്ലേ ഷാനു? ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു 5 ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്ര വർഷമായി കാണും നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട്? 3 വർഷമല്ല, ഒരു 3 ഇയേഴ്സ് ആയിട്ടുള്ള നമ്മൾ UK-യിലേക്ക് മൂവ് ചെയ്തിട്ട്. സോ UAE എന്ന് പറയുമ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു സെക്കൻഡ് ഹോമാണ്. അതിവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് പുറം കാണുമ്പോഴേ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. വിൽ ബി ബാക്ക് സൂൺ അല്ലേ? വിൽ ബി ബാക്ക് ഞങ്ങൾ പറയുമായിരുന്നു ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേന്. കുഴപ്പമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ പിന്നെ കൊടുക്കട്ടെ. ഇസുവിന്റെ ഹെയറൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത കേട്ടോ. സെയിം ഇത് തന്നെ. Hi. Hi, Isa. സെയിലുണ്ട് കേട്ടോ, 25 to 75%. ഞങ്ങൾ ദുബായിലുള്ളപ്പം എപ്പോഴും ഈ ബ്രാൻഡ് മാത്രം ഞാൻ യൂസ് ചെയ്യുള്ളായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇതിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രാൻഡാണ് ബാത്ത് ആൻഡ് ബോഡി. 25 to 75% ഉണ്ട് ഷാനു. 20 ദിർഹത്തിനൊക്കെ 19 ദിർഹംസ്. എനിക്ക് സ്റ്റിൽ റിമെമ്പർ ഒരു ബോഡി എല്ലാം 19 ദിർഹംസിന്റെ ഒരു ഓഫർ വരുമായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യും. വേറെ സ്ഥലത്തൊക്കെ ഉണ്ട് നല്ല. അവിടെ ഞാൻ ഇതിൻ്റെ ഒരു റേറ്റ് നോക്കട്ടെ. ജസ്റ്റ് ബോഡി ലോഷൻ
ഇതിലിപ്പോൾ എത്ര കാണിക്കുന്നത്? ഇതിൽ റേറ്റ് എഴുതിയിട്ടില്ലല്ലോ. 25. ഓ 25 ദിറംസോ? ഓക്കെ. ഈ ഒരെണ്ണം 80 ദിറം, 80 പൗണ്ട്സ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 8500 റുപ്പീസാണ് UK ഈ പ്രൊഡക്റ്റിൻ്റെ വില. നോക്കിക്കേ, ഇവിടെ ഇപ്പം വരുമ്പോൾ 25 ആകുമ്പോൾ എത്രയായി? 25 ദിറംസാ? ഓ അത്രയൊന്നുമില്ല, ശരിയാണ്. 500 രൂപയാണ്. 1000 രൂപയ്ക്കൊക്കെ 1000-നകത്തേ വരുന്നുള്ളൂ. നോക്കിക്കേ ആ ഒരു അത് ഇവിടെ ഡ്യൂട്ടി ഫ്രീയിലായിട്ട് കേട്ടോ. ഡ്യൂട്ടി ഫ്രീയുടെ പുറത്ത് ദുബായിൽ എനിക്ക് 80 പൗണ്ടാണ് ഒരു ഇതിന്, ഒരു ബോഡി ക്രീമിന്. ഓഫർ ഒരിക്കലും വരാറേ ഇല്ല. ഇത് എടാ ഇതിലുണ്ടല്ലോ ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ എക്സ്ക്ലൂഡഡ് ആണ് വാറ്റ്. അതെനിക്കറിയില്ലായിരുന്നു. ടൂറിസ്റ്റ് അല്ല, ട്രാൻസിറ്റ് ആണെങ്കിൽ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി അവിടെ എഴുതിയിരിക്കുന്ന പ്രൈസിനെക്കാളും കുറച്ചും ഉണ്ട്. ജസ്റ്റ് ഒരു 1 ദിറം. ഇത് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളി ടേസ്റ്റ്. പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ്. ഈ ബ്രാൻഡ്, ഇതിൻ്റെ വേറൊരു ബ്രാൻഡ് ഞാൻ 1-2 ട്രൈ ചെയ്തു. ഇതിൻ്റെ അല്ല, ഈ പേരല്ല, വേറെ ബ്രാൻഡിൻ്റെ ഞാൻ പിസ്താഷ്യോ കുനാഫ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ അബുദാബിയിൽ നിന്ന് ബോർഡ് ചെയ്യാണ് കേട്ടോ. അബുദാബി ടു ട്രിവാൻഡ്രം 2:30 അല്ലേ ഫ്ലൈറ്റ്? 2:25 ഫ്ലൈറ്റ്. ഇസുവിനെ ഒന്ന് ഇസു ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡിയായി. ഇസുവിന് ഇഷ്ടപ്പെട്ടോ ഈ ഡ്രസ്സ്? ഇസുവിന് ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ്? ഇഷ്ടപ്പെട്ടോ? ഹായ്. ഇത് നമ്മൾ ആരെ കാണാനാ പോന്നേ? ഹഗ്. നമ്മൾ ആരെ കാണാനാ പോന്നേ? ഉപ്പ പറ ആരെ കാണാനാ പോന്നേ? മമ്മമ്മ, ഉപ്പ, കൊച്ച, ആശ കൊച്ച, ഔഫു കൊച്ച, മിഞ്ചിക്കുഞ്ഞ. അതാ എല്ലാരും കാണാനാ വരുന്നേന്ന് പറയിച്ചു. ആണോ? പിന്നെ ആരെ കാണാൻ? കാത്തു, 7. പിന്നെ കാത്തു, അപ്പു, പിന്നെ ആരെയാ കാണണം? പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി. ബണ്ണ് ഊരി ഞങ്ങൾ ബോർഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി സെറ്റായി. നല്ല തലവേദന, ഭയങ്കര ഹെഡേക്ക്. ഇസുവിൻ്റെ കയ്യിൽ കണ്ടോ? ഇസു ഒരു ആപ്പിളൊക്കെ എടുത്ത്. ഇസുവിന് നല്ല വിശപ്പടിച്ചു. ഇസുവിന് വിശക്കുമോ? വിശക്കുവാ? ഓക്കെ. ഇസു പീൽ ചെയ്യാത്ത ആപ്പിൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് പല്ലുകൊണ്ട് പീൽ ചെയ്ത് കവറിലിട്ടിട്ട് ആപ്പിളൊക്കെ കഴിക്കുക. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം നല്ല വിശപ്പടിച്ചിട്ടുണ്ട്. ഇസു എങ്ങനെയുണ്ട് ആപ്പിൾ? യമ്മിയാ? അപ്പോൾ ഇനി ഒരു 4 അവേഴ്സിൽ ഷാൻ എത്ര അവേഴ്സിലാണ്? 4 അവേഴ്സിൽ 4.5 അവേഴ്സിൽ നമ്മൾ ട്രിവാൻഡ്രം ലാൻഡ് ചെയ്യും. നമ്മൾ സണ്ണിനെ വല്ലപ്പോഴും കണ്ടിട്ട് ഇവിടെ അബുദാബിയിൽ വന്നിട്ട് എയർപോർട്ടിനകത്ത് കയറിയപ്പോൾ തൊട്ടേ നല്ല സണ്ണ് എയർപോർട്ടിനകത്ത് വരെ കിട്ടുന്നത്. ഇത് നോക്കിയത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതി. ലുക്ക് അറ്റ് ദ സൺ. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും മാത്രം സണ്ണിനെ കണ്ട് നടന്നിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ എന്താ രസം. Yummy. ഇരിക്കണോ?
പ്ലെയിൻ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങളെല്ലാം എല്ലാവരും ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തില്ല. ഫ്ലൈറ്റിൽ എന്തോ ടെക്നിക്കൽ റീസൺ കാരണം അവർക്ക് ഫ്ലൈറ്റ് അർജൻറ്റായിട്ടുള്ള അല്ലേ എമർജൻസി ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കംപ്ലൈൻറ്റ് എന്തോ ആണ്. അത് അവർക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. എടുത്ത് കഴിഞ്ഞാൽ റിസ്ക് ആണ്. കൊണ്ടുപോയത് ഞങ്ങളല്ല എല്ലാവരും ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് ഇനി അവർ വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുമായിരിക്കും. എന്താണെന്ന് പോയിട്ട് നോക്കണം. എനിവേ നമ്മൾ 8 PM ലാൻഡ് ചെയ്യാൻ പറ്റില്ല ഇനി എന്തായാലും. എല്ലാവരും ഇറങ്ങുക കേട്ടോ. എല്ലാവരും ലഗേജൊക്കെ എടുത്ത് ഹാൻഡ് ലഗേജ് എല്ലാം എടുത്തിട്ട് ഇറങ്ങുവാണ്. ലെറ്റ്സ് സീ. ഞങ്ങളങ്ങനെ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നു കേട്ടോ. ഇത്തിഹാദ് തന്നെ അവർ തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഇസുവിന് ഉള്ള ഫുഡ് ഫസ്റ്റ് വന്നു. അപ്പോൾ ഇസു കഴിക്കുവാണ്. തികച്ചും ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായി പോയി കേട്ടോ. ഇത് ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഓൾമോസ്റ്റ് 24 hours മുകളിലായി നമ്മൾ അല്ലേ അവിടുന്ന് ലണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ നല്ല ടയേർഡാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ മൈൻഡൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡുമായിട്ട് മൈൻഡ് പോലും ഇവിടെ ഇല്ല. ഫ്ലൈറ്റിന് അതൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ക്യാപ്റ്റനെ കണ്ടു കേട്ടോ. ക്യാപ്റ്റനെ കണ്ടു. ഇസു ഹൈഫൈ ഒക്കെ കൊടുത്തു. എയർ ഹോസ്റ്റസിന് ഹൈഫൈ ഒക്കെ കൊടുത്തു ഇസു. എന്നിട്ട് അപ്പോൾ പുള്ളിയുടെ സംസാരിച്ചു. അപ്പോൾ നമ്മളും പറഞ്ഞത് സേഫ്റ്റി നമുക്കൊന്നും അല്ലേ ആ ഒരു റിസ്ക് എന്നല്ല ഒന്നും ചെയ്യാൻ വേണ്ട. അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ. എനിവേ അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ഫ്ലൈറ്റ് ഇനി 2 hours കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ 8:30 ലാൻഡ് ചെയ്യാനിരുന്നത് ഇപ്പം അനൗൺസ്മെന്റ് വന്നത് അല്ല 8 o'clock ലാൻഡ് ചെയ്യാൻ 2 hours ഡിലേ വരുന്നുണ്ട്. 8 o'clock എന്നുള്ളത് 10:25 നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ് ഇപ്പം കിട്ടിയ അപ്ഡേറ്റ്സ്. അങ്ങനെ ഞങ്ങളത് ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്നും പറയണ്ട. ടയേർഡ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടയേർഡാണ്. അങ്ങനെ ഞങ്ങളിതാ സെക്കൻഡ് ടൈമും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അബുദാബിയിൽ നിന്ന് നമ്മൾ വീണ്ടും ബോർഡ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4:55 ആവാറായി അല്ലേ. 4:58 5 o'clock ആവാറായി. അപ്പം ഇനി നാട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. നല്ല ടയേർഡാണ്. ഇസു ഫുൾ ഓൺ ആക്റ്റീവാണ് കേട്ടോ. വരുന്ന വഴിക്ക് എല്ലാവരെയും ഒന്ന് ഉണർത്തിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയ സങ്കടത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. എല്ലാവരെയൊക്കെ ഒന്ന് വരുന്ന വഴിക്ക് എല്ലാവരെയൊക്കെ ഒന്ന് ചൊടിപ്പിച്ചിട്ട് അകത്തോട്ട് കയറിയ. അപ്പോൾ ലെറ്റ്സ് സീ. നീ ട്രിവാൻഡ്രം ചെന്നിട്ട് കാണാം. ഓക്കെ, ഇസു 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 Isu chicken touch. Very good. Yes. Isu me കഴിച്ചു. Thank you. me കഴിച്ചു. എനിക്ക് വേണ്ടടാ. ഇസു കഴിക്ക്. അങ്ങനെ ഞങ്ങൾ
ഞങ്ങളത് സേഫായിട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ഭയങ്കര ലോങ് ജേർണി ആയിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല ടയേർഡാണ്. ഇസു കമ്പയർ ടു അതർ കിഡ്സ് ഞാൻ പറയും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഞങ്ങളുമായിട്ട്. ചെറിയ അവൾക്കിടെ കുറച്ച് ടാൻഡ്രംസ്, അതായത് അവളുടെ ഉറക്കം നന്നായിട്ട് കിട്ടിയില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഷി വാസ് ഓക്കെ, ഷി വാസ് ടോട്ടലി ഫൈൻ. ബിക്കോസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലും ഫ്ലൈറ്റും ഒക്കെ. അഫ്സലാണ് ഞങ്ങളെ വിളിക്കാൻ വരുന്നത്. അവനോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവൻ ഓൾറെഡി വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അഫ്സൽ വന്നു. ഇതാണ് അഫ്സൽ, ഹീസ് മൈ കസിൻ. ഇവിടെ നിന്ന് നേരെ അപ്പാടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പായോട് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്ന കാര്യം. ഇവനിയും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല കേട്ടോ. നിനക്കറിയാവോ? കുറെ നേരം ഇടാ വന്നിട്ട് നിക്കടെ, ഒരുമിച്ച് അങ്ങോട്ട് പോവാ. അപ്പല്ലേ ഒരുമിച്ച് പോവാ അങ്ങോട്ട്. ആണോ? ഒരുപാടുണ്ടാവും. ആ, അപ്പാക്ക് അറിയായിരുന്നല്ലേ ഇവിടെ കള്ളേ. അസ്സലാമലൈക്കും. ഇഷുദാരിസു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് അഫ്സൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത്, നിങ്ങൾ കണ്ടു കാണുമല്ലോ, അഫ്സൽ പിക്ക് ചെയ്തിട്ട് ഞങ്ങളിത് അഫ്സലിനെ വീട്ടിലാക്കി. അപ്പായൊക്കെ വന്നിട്ടുണ്ട്. അപ്പാക്കൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങളെ വിളിക്കാനുള്ള പ്ലാൻ ആയിരിക്കുമെന്ന്. അങ്ങനെ അവർക്ക് വലിയ സർപ്രൈസ് ഒന്നും അല്ല, വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ ഷാനു, എങ്ങനെയുണ്ട് ഷാനു മാനുവൽ ഡ്രൈവ് ചെയ്തിട്ട്? മാനുവൽ ഡ്രൈവിംഗ് പ്രശ്നമൊന്നുമില്ല, ഗിയർ മാറ്റാറുണ്ട്. 2 വർഷത്തിന് ശേഷം മാനുവൽ ഡ്രൈവ് ചെയ്യുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടികളുടെ ഒരു പോക്കും പരമൊക്കെയാണ്. അതെ, ഡയറക്റ്റ് അവന് ഞാൻ ഓവർടേക്ക് തന്നെ കാണുന്ന 2 വർഷം കഴിഞ്ഞിട്ടോ. അതെ, 2 വർഷത്തിന് ശേഷം ഇപ്പോഴേ ഷാൻ ഓവർടേക്കിംഗ് തന്നെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അഫ്സലിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങള് ആയൂര് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആർക്കും ഒരു പിടിയുമില്ല. ഇപ്പൊ ആക്ച്വലി മണി 1 ആയല്ലേ, 1 മണിയായി, വെളുപ്പിന് 1 മണിയായി. എല്ലാവരും നല്ല ഉറക്കമാണ്. ആഷിക്കിനറിയാം, ആഷിഖ് മീൻസ് ഷാനുവിന്റെ ഏറ്റവും ഇളയ അനിയനറിയാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഇസു ഫുൾ ജേർണിയിൽ ഇസു ഗുഡ് ഗേൾ ആയിരുന്നു. ഇസുവിന് അതുകൊണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഷാനു ഓഫർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞങ്ങളൊരു 26 hours എടുത്തു. 26 അല്ല, അതിന് മുകളിൽ എടുത്തു. നമ്മള് ഈവനിങ് 3 o'clock എന്നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. ഇപ്പം 1 മണിയാവുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ആയൂരെത്തി കേട്ടോ. ആയൂരിന്ന് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എന്താണ് ഷാനു ഈ ദിനത്തിൽ പറയാനുള്ളത്? അതായത് ഒന്നും പറയാനില്ല, പോയി കിടന്നുറങ്ങണം. നാട്ടിൽ വന്നതിന്റെ ഇത് എങ്ങനെയുണ്ട്? How you feel? 2 വർഷം മുമ്പ് ഒന്നുപോലെ ഉണ്ട് നമ്മുടെ നാട്. ഒരു വികസനവും ഷാനു അതാ പറഞ്ഞത്. അത് ആയൂര് കേട്ടോ. എന്റെ അങ്ങോട്ട് അങ്ങനെയല്ല, ഞാൻ ഇനി പോകുമ്പോ കാണിച്ചു തരാം. അവിടെ എല്ലാവരും പുറത്തു പോകുന്നവരും അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. അത് ഞാൻ കാണിച്ചു തരാം. അല്ലേ ഷാനു? കടയ്ക്കൽ റോഡ് നല്ല വികസനം. ഈ റോഡ് ഇങ്ങോട്ടേക്കുള്ള റോഡ്, നമ്മുടെ അങ്ങോട്ടേക്കുള്ള റോഡ് എന്താണോ അറിയില്ല, ഒരു വികസനങ്ങൾ. അപ്പൊ നമ്മളിതാ വീടിനോട് അടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നാട്ടിൽ വന്ന് മീൻസ് ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വണ്ടിക്കകത്ത് ഫുള്ള് സാധനങ്ങൾ, ഞങ്ങൾ അതിൻ്റെ ഇതിലായി പോയി. പിന്നെ ഇസുവിന് അറിയാമല്ലോ, ഒബിയസ്ലി ഒരു 2 year old ആയിട്ടുള്ള ഒരു മോളെ കൊണ്ട് ഇത്രയും ട്രാവൽ ചെയ്ത് അവൾ ഇത്രയും കോപ്പറേറ്റ് ചെയ്തത് തന്നെ ഭയങ്കര കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അത് നമ്മൾ സ്വന്തം ജനിച്ച സ്ഥലമൊന്നല്ല കേട്ടോ, നമ്മുടെ നാട് അല്ലെ? സത്യമല്ലേ ഷാനു? ആ ഒരു ഫീല് എനിക്ക് ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രം വന്ന് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 15 minutes എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മൾ പാക്കേജ്, അതായത് ബാഗും കളക്ട് ചെയ്ത് പുറത്തിറങ്ങുന്നത്. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. എയർപോർട്ടൊക്കെ നല്ല ഡെവലപ്ഡ് ആയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് പോയപ്പോൾ എല്ലാം ഒരൊറ്റ ക്യൂ ആയിരുന്നു. ഇപ്പൊ ഇമിഗ്രേഷനൊക്കെ 2 ഇതായിട്ട് അതർ പാസ്പോർട്ട്സിന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് സാധാരണ കൺട്രീസിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര ഒരു ഗുഡ് ഇനിഷ്യേറ്റീവ് തന്നെയാണ്. സോ ഫൈനലി വി ആർ അറ്റ് ഹോം. എല്ലാവരും നല്ല ഉറക്കാന്ന് തോന്നി കേട്ടോ. എല്ലാവരും നല്ല ഉറക്കാണ്. മണിയൊരു 1:15 പറഞ്ഞോണ്ടേ.
ആശിക്കച്ചായ Say hi. നീയല്ലേ മമ്മ പഞ്ഞല്ലേ മമ്മ പഞ്ഞ് ആശിക്കച്ചായ ഇതാരാ 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 യേശു ചെല്ല് ഇറക്കി ഇങ്ങോട്ടടി ഇറങ്ങില്ല എവിടെ അതാണ് ഇവ വിളിക്കാൻ എവിടെ ചോദിക്കും അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. എല്ലാവരും സർപ്രൈസ്ഡ് ആയി കേട്ടോ. സർപ്രൈസായി. ഫുള്ള് വീഡിയോ അങ്ങനെ എന്തായാലും പ്ലാൻ ചെയ്ത് പല ക്യാമറ വെച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്. എന്നിട്ട് ഞങ്ങളിതാ ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ചു. ഇസുത പാല് കുടിക്കുന്നു. ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓൾമോസ്റ്റ് നമ്മളൊരു 30 hours ഓളം ട്രാവൽ ചെയ്തല്ലേ ഷാനു? ഹോൾ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുള്ള് ഇവിടെ നിന്ന് എത്തുന്നത് വരെ ഒരു 30+ hours എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ജേർണി വീഡിയോ നിങ്ങൾക്ക് ഓക്കെ. അപ്പൊ ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇസു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ ബാക്കിയുള്ള വീഡിയോ ഞാൻ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഇസു സേ ബൈ. Bye-bye. Bye-bye.